ഇപ്പോൾ സമയം 8:30, നമുക്ക് പോവാം. നമ്മൾ രാവിലെ തന്നെ എവിടെയാണ് ഇറങ്ങിയത്? ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് പുതുവൈപ്പിൻ ബീച്ച് വരെ സൈക്കിളിൽ പോകാൻ പോകുന്നു. ഇവിടെ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ പോവാം. നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് വീഡിയോ ഫുള്ള് കാണും. ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് കുറേയൊക്കെ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിക്കും. ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ആൻസർ മറക്കുന്ന പോലെ എല്ലാം ആണ് മറന്നു. പിന്നെ നമുക്ക് ഈ സാധാ റോട്ടിലൊക്കെ പോകുന്നത് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. നമുക്ക് മറ്റേ ലാസ്റ്റ് പോകുന്നതിന് മുമ്പേ ഒരു പാലം പോലെ ഉണ്ട്, അവിടെ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിന് പക്ഷേ എൻ്റെ അടുത്തൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണണം. ഞാനിതിനു മുമ്പേ 2-3 പ്രാവശ്യമൊക്കെ പുതുവൈപ്പിൻ ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എടുക്കുന്നത് പുതിയ വഴിയാണ്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഈ വഴിയാണ് അടുത്ത്. പക്ഷേ ഈ വഴി നീ കറക്റ്റ് അറിഞ്ഞില്ല. നമുക്ക് ആരുടെ അടുത്തെങ്കിലും ചോദിച്ചൊക്കെ പോകും. ഗൂഗിൾ മാപ്പ് ഉണ്ട്, പ്രശ്നമില്ല. ഇല്ല, പ്രശ്നം വരത്തില്ലെന്ന് പ്രതീക്ഷിക്കണം. ഞാൻ പ്രശ്നം വരത്തില്ലെന്ന് വിചാരിച്ച അടുത്ത 10 മിനിറ്റിൽ തന്നെ പ്രശ്നം വന്നു. ഞാൻ വഴിയും തെറ്റിച്ചു. ഞാൻ വഴി മാറിയോ എന്നൊരു സംശയമുണ്ട്. ഇതെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളിപ്പോഴാണ് ഫസ്റ്റത്തെ പാലം കയറുന്നത്. ഇനി ഇത് കഴിയുമ്പോൾ കുറേ പാലം ഉണ്ട് അവിടെ. ഇത് കയറുമ്പോഴാണ് പണി. അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നമ്മളൊരു 25% ഓഫ് ദ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഏകദേശം. ഇനി നമുക്ക് 8 കിലോമീറ്ററും കൂടി ബാക്കിയാവും. അത് അടിപൊളിയാക്കാം. ഈ രാവിലെ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്നത് ഒരു വൈബാണ്. വെയിൽ വരാണ്ടിരിക്കുന്നവരാണ് വൈബ്. വെയിൽ വരുമ്പോൾ പ്രശ്നമാണ്. വെയിൽ അറിയാതെ ഇരുന്നാൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോവാം. അടിപൊളിയാണ്. നമ്മുടെ അടുത്തായിട്ട് തന്നെ ക്വീൻസ് വോക്ക് ഉണ്ടായി. സോ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ വോക്ക്. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാവും. ഞാനിത് ഇവിടെ അധികം വന്നിട്ടില്ല. നമുക്കിവിടെ കുറച്ചേരി ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം. നമുക്ക് യാത്ര തുടരാം. അടിപൊളിയായിട്ട് തുടരാം. നമ്മൾ ബേസിക്കലി ഒരു സിംഗറാണല്ലോ. സോ അപ്പോൾ കുറച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. 5 minutes later. ഞാൻ പറഞ്ഞ മറ്റേ വലിയ പാലങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ അതിലാണ് പോകാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞുതരാമെന്ന്. പാലം കയറാൻ പാടാണെങ്കിൽ ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പാലം കയറാൻ പാടാണെങ്കിൽ സൈക്കിൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടു പോകാം. അതാണ് നല്ലൊരു ടെക്നിക്ക്. നമുക്ക് പാലം ഇറങ്ങുമ്പോൾ ഈസി ആയിട്ട് ഇറങ്ങാറ്. കയറുമ്പോൾ ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ ഉരുട്ടിക്കൊണ്ടു പോകാം. ദിസ് ഇസ് മൈ ടെക്നിക്ക്. ഐ തിങ്ക് നിങ്ങൾ ഈ ടെക്നിക്കിന് വേണ്ടി തന്നെ എനിക്കൊരു ലൈക്ക് ഇടാം. നമ്മൾ അവിടെ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ടായി. നമ്മൾ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ ഇറങ്ങി 2 മീനൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഇനി നമുക്ക് 3.5 കിലോമീറ്ററും കൂടി ബാക്കിയുള്ളൂ. അടിപൊളി. പെട്ടെന്ന് തോന്നും. നമ്മുടെ പാലമൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നേരെയുള്ളൊരു റോഡാണ്. ഇവിടെ ആൾക്കാർ വളരെ കുറവായിരിക്കും. ആരും തന്നെ ഇല്ല. ഞാൻ മാത്രം ഒറ്റയ്ക്കുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ അല്ലേ പുതുവൈപ്പിൻ ബീച്ചിൻ്റെ എൻട്രൻസ്. അടിപൊളി. നമ്മൾ എത്തി. നമ്മളെ ഡ്യൂക്ക് 390 പാർക്ക് ചെയ്ത് വെച്ചിട്ട് വന്നു. അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഭയങ്കര സൈലൻ്റായിരുന്നു.
അത്രയുള്ള ഒരു 5-10 മിനിറ്റ് വെറുതെ ഇങ്ങനെ ഓടിച്ചാടി നടന്നിട്ട് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചതിന് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. സമയം അത്രയുള്ളൂ ഗൈസ് ഈ വീഡിയോ. ജസ്റ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.